നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ CPM-ൽ കലാപം. പ്രവർത്തകർ BJP-യിലേക്കും കോൺഗ്രസിലേക്കും ഒഴുകുമ്പോൾ കണ്ണൂർ CPM രണ്ടു കൈയും വിട്ട അവസ്ഥയിലാണ്. ജില്ലാ തലത്തിൽ തുടങ്ങിയ വിവാദം അധികം വൈകാതെ സംസ്ഥാന തലത്തിലേക്ക് പടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഘേഷിനെതിരെയാണ് വൻതോതിൽ കലാപം പടരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി KK രാഘേഷിന് നേരെ നടത്തുന്ന സൈബർ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഇതോടെ CPM നേതാക്കളും രാഘേഷിന് പിന്തുണയുമായി രംഗത്തെത്തി. TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട PK കുഞ്ഞനന്ദനെ ചരമവാർഷികത്തിൽ അനുസ്മരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത പോസ്റ്റിൽ രൂക്ഷമായ ഭാഷയിലാണ് ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത്. TPയെ വെട്ടിക്കൊല്ലാൻ കൊടിസുനിക്ക് വാളെടുത്തു കൊടുത്തത് പറഞ്ഞുവിട്ട കൊലയാളിയായ കുഞ്ഞനന്ദൻ. ഒരു കൊലയാളി അത്ര ഡെക്കറേഷൻ ഒന്നും വേണ്ട, അത് മതി. കൊലയാളിക്കും ഓർമ്മ ദിനമോ എന്ന് തുടങ്ങി തെറിവിളികളാണ് കമന്റ് ബോക്സിൽ എല്ലാം. കഴിഞ്ഞ ദിവസം അന്തരിച്ച പാനൂരിലെ CPM നേതാവ് AV ബാലന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന്റെ കമന്റ് ബോക്സിലും സമാനമായ രീതിയിൽ രാഘേഷിനെതിരെ ആക്രമണം ഉണ്ടായി. അന്ത്യാഭിവാദ്യങ്ങൾ സഖാവേ എന്ന് മാത്രമുള്ള തലക്കെട്ടോടുകൂടിയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത്. ഈ പോസ്റ്റിന് താഴെയാണ് രാഘേഷിനെതിരെ വ്യക്തിപരമായ ആക്രമണം ഉണ്ടായത്. ബാലനെ കുറിച്ച് ഒരു വാക്കുപോലും എഴുതാതെ പോസ്റ്റ് ഇട്ടതിലാണ് വിമർശനം. ഫോട്ടോ എടുക്കുവാൻ വേണ്ടി മരിച്ചതാണോ? മരിച്ചത് പേരില്ലാത്തയാളാണോ? ബാലേട്ടനെ അറിയാത്ത നിങ്ങൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം വലിയ തിരക്കിലാണ്. 2 വാക്ക് എഴുതാൻ സമയമേ ഇല്ല. ആരാണെന്നോ എന്താണെന്നോ ഇല്ല, സ്വന്തം ഫോട്ടോ മാത്രം. എല്ലായിടത്തും എന്റെ തല, എന്റെ ഫോട്ടോ, അതിലിപ്പുറം ആരും കാണരുത്, അറിയരുത്, അങ്ങനെ തുടങ്ങുന്ന കമന്റുകളാണ് മുഴുവനും. രാഘേഷിനെതിരെ ആക്രമണം പരിധിവിട്ടതോടുകൂടി DYFI സംസ്ഥാന സെക്രട്ടറിയും മട്ടന്നൂർ MLA-യുമായ VK സനോജ് തന്നെ രംഗത്തെത്തി. കണ്ണൂരിലെ പാർട്ടിയെ ദുർബലപ്പെടുത്തണമെങ്കിൽ ആദ്യം ജില്ലാ സെക്രട്ടറിയെ ലക്ഷ്യമിടണം എന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ചിലയിടങ്ങളിൽ കാണുന്നത്. ഒരാളെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമം യഥാർത്ഥ ആത്മപരിശോധനയുടെ ഭാഗമല്ല. വിജയങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് അംഗീകരിക്കുന്നവർ പരാജയങ്ങളെ വ്യക്തികളിലേക്ക് ചുരുക്കരുത്. വിമർശനങ്ങൾ ഉണ്ടാകട്ടെ, വിലയിരുത്തലുകൾ നടക്കട്ടെ, പക്ഷേ അതിന്റെ ലക്ഷ്യം തിരുത്തലും മുന്നേറ്റവുമാകണം. ബലിയാടാകുന്ന ആളുകളെ സൃഷ്ടിക്കലല്ല. സനോജ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. തില്ലങ്കേരി സഖാക്കൾ പോലുള്ള CPM അനുകൂല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും രാഘേഷിന് പിന്തുണയുമായി രംഗത്തെത്തി. ഒരു കാലത്തും CPM തോറ്റിട്ടില്ലാത്ത പയ്യന്നൂരിൽ ഉൾപ്പെടെ കനത്ത പരാജയം നേരിടേണ്ടി വന്നത് KK രാഘേഷ് അടക്കമുള്ളവരുടെ നിലപാടുകളാണെന്നാണ് ആരോപണം. MV ഗോവിന്ദൻ KK രാഘേഷ് ഉൾപ്പെടെയുള്ള നേതൃത്വം തിരുത്താൻ തയ്യാറാകുന്നില്ലെന്നും ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നുമാണ് MLA-മാരായ TK ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണനും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ ഐഡികളിൽ നിന്ന് നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തരുത് എന്ന CPM ജില്ലാ സെക്രട്ടറി KK രാഘേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പ്രതിഷേധം ഉണ്ടായി. വ്യാജ ഐഡികളിലെന്നും യഥാർത്ഥ ഐഡികളാണെന്നും അറിയിച്ചാണ് നിരവധി പേർ കമന്റ് ചെയ്തിരിക്കുന്നത്. നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പലരും പ്രതികരിച്ചിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവന KK രാഘേഷ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കൾക്കെതിരെയും വ്യാജ ഐഡികൾ ഉപയോഗിച്ച് നടത്തുന്ന വ്യക്തിഹത്യ അടക്കമുള്ള സൈബർ പ്രചാരണങ്ങൾ പ്രതിഷേധാർഹമാണ്. അത്തരം പ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണം. പാർട്ടി പ്രവർത്തകർ ഇത്തരം പ്രചരണങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. ബീഹാറിലും മറ്റും രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് പരാജയത്തിന് ഉത്തരവാദികൾ പാർട്ടി നേതാക്കളാണെന്ന മട്ടിൽ ഫോട്ടോ സഹിതം ഉപയോഗിച്ച കള്ളം പ്രചരിപ്പിക്കുന്നത്. ഇത് അത്യന്തം അപലപനീയമാണ് എന്നായിരുന്നു പ്രസ്താവന. ഇതിനു താഴെയാണ് പ്രതിഷേധ കമന്റുകൾ നിറഞ്ഞത്. എന്റേത് വ്യാജ ഐഡിയല്ല, CPM അനുഭാവിയാണ്. നിങ്ങൾക്ക് നേരം പുലർന്നില്ല. പറ്റിയ തെറ്റ് തിരുത്താൻ ശ്രമിക്കാതെ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് ഇതുപോലെയുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നത് വീണ്ടും തോൽവിയിലേക്ക് തന്നെ എത്തിക്കും. വെറുതെ ബീഹാർ UP എന്നൊക്കെ പറയാൻ നിൽക്കേണ്ടതില്ല എന്നായിരുന്നു ഒരു കമന്റ്. 1000-ഓളം പേരാണ് സമാനമായ രീതിയിലുള്ള കമന്റുകൾ ചെയ്തിരിക്കുന്നത്. CPM-ന്റെ കുത്തക മണ്ഡലങ്ങളായിരുന്ന തളിപ്പറമ്പും പയ്യന്നൂരും UDF സ്വതന്ത്രരെ ജയിച്ചതിൽ അണികൾക്കിടയിൽ നേതൃത്വത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്.
CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ജില്ലാ സെക്രട്ടറി KK രാഘേഷിനെയും മാറ്റണമെന്നാണ് വ്യാപകമായ ആവശ്യം ഉയരുന്നത്. ഇവരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട പലയിടത്തും ഫ്ലക്സുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കാൻ കാരണം. CPM ജില്ലാ സെക്രട്ടറി KK രാഘേഷിന്റെ വ്യാഖ്യാനം തിരിച്ചടിച്ചു. രാഘേഷിന്റെ നിലപാടിനോട് യോജിച്ച് BJPയും എതിർത്ത് LDFിലെ ഘടകകക്ഷിയായ INLും രംഗത്ത് വന്നു. രാഘേഷിന്റെ പ്രസ്താവന RSS ബന്ധത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണെന്ന് V കുഞ്ഞികൃഷ്ണൻ MLA കുറ്റപ്പെടുത്തി. BJP രാജ്യസഭാംഗം C സദാനന്ദനാണ് രാഘേഷിന് പിന്തുണയുമായി എത്തിയത്. BJPയുടെ രാഷ്ട്രീയം രാഘേഷിന്റെ വാക്കുകളിലൂടെ പുറത്തു വരികയാണെന്നാണ് പറയുന്നത്. മതം നോക്കിയേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയും പ്രചരിപ്പിച്ചെന്നായിരുന്നു രാഘേഷിന്റെ ആരോപണം. കേരളത്തിൽ പിരിമുറുക്കുന്ന രാഷ്ട്രീയ ഇസ്ലാമികത CPM നേതാക്കൾ തിരിച്ചറിഞ്ഞത് നല്ല കാര്യമെന്നാണ് C സദാനന്ദന്റെ പ്രതികരണം. CPM നേതൃത്വത്തിന്റെ കൊള്ളരുതായ്മയും അഹങ്കാരവുമാണ് പരാജയ കാരണമെന്ന് മറച്ചുവെക്കാനാണ് ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ രാഘേഷ് ആക്ഷേപം ഉന്നയിക്കുന്നതെന്ന് INL കുറ്റപ്പെടുത്തുന്നു. വർഗീയതയാണ് UDFിനെ തന്നെ തുണച്ചത് എന്ന തരത്തിൽ CPM നടത്തിയ അഭിപ്രായ പ്രകടനത്തോടാണ് ഈ INLന്റെ വിയോജിപ്പ്. നിങ്ങളുടെ കൊള്ളരുതായ്മയും അഹങ്കാരവും കൊണ്ട് അണികൾ കാലുവാരിയത് മറച്ചുവെക്കാനാണോ രാഘേഷ് സഖാവെ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ് ഒന്നടങ്കം ആക്ഷേപിക്കുന്നത് എന്നാണ് INS ജില്ലാ പ്രസിഡന്റ് ഇക്ബാലിന്റെ ചോദ്യം. KK രാഘേഷിന്റെ പ്രസ്താവന RSS ബന്ധത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ്. ഈ പ്രസ്താവന പിണറായി വിജയൻ അനുകൂലിച്ചത് തോൽവി രുചിച്ചിട്ടും തെറ്റുകൾ തിരുത്തില്ലെന്നതിന്റെ സൂചനയാണ്. അത്യന്തം അപകടകരമാണ്. ഈ നിലപാടിനെ അംഗീകരിച്ച് രംഗത്തെത്തിയത് RSS മാത്രമാണ്. CPMന് എങ്ങനെയാണ് BJPയെ പോലെ മുസ്ലിമുകളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ സാധിക്കുന്നത്? രാഘേഷിന്റെ നിലപാടിനെ പിണറായി വിജയനും അനുകൂലിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 1 ലക്ഷം പേർ അധികമായി വോട്ട് ചെയ്തിട്ടും LDFന് ഇത്തവണ 1.11 ലക്ഷം വോട്ടുകളുടെ കുറവാണ് ജില്ലയിൽ ഉണ്ടായത്. ഇതാണ് പാർട്ടി കണ്ണൂരിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ജില്ലാ സെക്രട്ടറി എന്നല്ല, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാലും പ്രവർത്തകർ അംഗീകരിക്കുകയില്ല. CPMന്റെ തലസ്ഥാനമായ കണ്ണൂരിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ചേരിതിരിഞ്ഞ് യുദ്ധം ചെയ്യുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജ്യോതിഷി പയ്യന്നൂർ മാധവ പൊതുവാളിനെ കണ്ടതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വരെ പുറത്തുവിട്ടിട്ട് CPM പ്രവർത്തകർ തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നാണ് CPMന്റെ കുഴി ആദ്യം തോണ്ടിയതെന്ന് വ്യക്തം. പാർട്ടിക്കാരെ വിവരം ചോർത്തിയത് ജോത്സ്യന് തന്നെ പറയേണ്ടി വന്നു. EP ജയരാജൻ, P ജയരാജൻ തുടങ്ങിയ നേതാക്കൾ നേരിട്ട് CPMന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ വാളെടുത്തിരിക്കുകയാണ് എന്ന കാര്യം നമുക്കറിയാം. എന്തായാലും ഈ തോൽവിയിൽ ഇതൊന്നും ഈ പാർട്ടി പഠിക്കാനേ പോകുന്നില്ല എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ആദ്യ ചീറ്റിലും പൊട്ടലും കണ്ണൂരിൽ നിന്ന് തന്നെ തുടങ്ങി എന്നതാണ് ഒരു വിരോധാഭാസം എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാം.